ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരുപാട് ഫോട്ടോ ഫ്രെയിമിൻ്റെ കളക്ഷനായിട്ടാണ്. ഫോട്ടോ ഫ്രെയിം എന്ന് വെച്ചാൽ ഇപ്പോൾ മോഡലായിട്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് സ്മൂത്ത് ആൻഡ് ഗ്ലോസി ടൈപ്പായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം. അതിൻ്റെ സർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമരിൽ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വന്നടിക്കില്ല, ട്യൂബ് ലൈറ്റ് LED ലൈറ്റൊക്കെ വന്നടിക്കുമ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അതിൽ ഇപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണുമ്പോൾ അറിയാം, കണ്ടോ കുറച്ച് ഗ്ലിറ്ററിങ് ഇതും ഉണ്ടാവും. ഇതിങ്ങനെ ലൈറ്റ് വന്നടിക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. കണ്ടോ, ഏറ്റവും നല്ല പിക്ചേഴ്സുകളൊക്കെയാണിത്. ഒരുപാട് നല്ല പിക്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് തുപ്രയാറാണ്. തുപ്രയാർ അമ്പലം എത്തുന്നേക്കാളും മുന്നാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കിഴക്കേ നട എന്ന് പറയും ഞങ്ങളുടെ സ്ഥലത്തിന്. കണ്ടോ, ഇത് ഒറ്റ കൃഷ്ണനാണ്, കൃഷ്ണൻ്റെ പിക്ചറാണിത്. കണ്ടോ, അടിപൊളി പിക്ചേഴ്സാട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇപ്പോൾ ഏത് കസ്റ്റമർ വന്നാലും അവർക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് എപ്പോഴും ഉണ്ടാവാറ്. ഇതാ ഗണപതി, ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗണപതിയുടെ പിക്ചറാണ്. കണ്ടോ, ഇതിൻ്റെ ഫ്രെയിം എന്ന് വെച്ചാൽ ഫൈബറിലാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ലൈറ്റ് വെയ്റ്റും ആണ്, എന്നാൽ അത്യാവശ്യം കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടൊരു പിക്ചറാണ് കുട്ടികൃഷ്ണൻ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പിക്ചറാണിത് കൃഷ്ണൻ്റെ. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഫേസ്. കസ്റ്റമർ വരുമ്പോൾ ഏതെടുക്കണം നമ്മളോട് തന്നെ ചോദിക്കും, ഏതാ ഭംഗി. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അതും. എന്നാലും നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടും, ഒരു ഹാപ്പിയാവും. ഇത് കണ്ടോ, അടിപൊളി പിക്ചേഴ്സാട്ടോ. പിന്നെ ഇത് മാത്രമല്ല, എല്ലാ ടൈപ്പും ഉണ്ട്. ഇപ്പോൾ അതാ ഇത് കഥകളിയുടെ പിക്ചറാണ്. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ ഫൈബറിൽ തന്നെ കുറച്ച് ഗ്രിപ്പോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാട്ടോ. അത് ഗ്രിപ്പാണ് ഇതിന്മേൽ വരുന്നത്. ഇതിന്മേ ഗിൽറ്റി ടൈപ്പല്ല, കഥകളിയുടെ ഹെഡ് മാത്രമായിട്ടുള്ളത്. ഉണ്ടോ, ഇതൊക്കെ ഗ്ലിറ്ററിങ് കുറവുള്ള ടൈപ്പാണ്. ഫൈബർ തന്നെ അല്ല, ഇത് ഗ്ലിറ്ററിങ് ഉള്ള മോഡലാട്ടോ. ഉണ്ടോ, അടിപൊളി പിക്ചറാണ്. നല്ല ഫിനിഷിംഗ് ആണ് ഇവരുടെ. ഇതൊക്കെ എല്ലാതും ഇത് പറയണത് നമുക്ക് ശരിക്കും ലാമിനേറ്റഡ് ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് ഇതിന് കിട്ടുന്നത്. ലാമിനേഷൻ ചെയ്തിട്ടുള്ള പ്രിൻറ്റുമ്മൽ തന്നെ ലാമിനേഷൻ ചെയ്ത് വരണമായിട്ടാണിത്. മാറ്റല്ല, മാറ്റായിരുന്നേ നമുക്കിത് ഡൾ ലുക്ക് തന്നേനെ, ഒരു ഇരുണ്ടിരിക്കും മാറ്റാണെങ്കിൽ. പക്ഷേ ഇത് ഫൈബർ ഫ്രെയിമിലായതുകൊണ്ട് നല്ല ഗ്ലോസി പ്രിൻ്റായിട്ട് നമുക്കിത് കിട്ടുന്നത്. അപ്പം അതുമാത്രമല്ല, ഇപ്പോൾ മുസ്ലിംസിനായാലും ചുമരിൽ വെക്കാൻ പറ്റുന്ന, നമുക്ക് അധികവും മുസ്ലിംസിന് പിക്ചേഴ്സ് വെക്കൽ കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ റീഡിങ്ങുകൾ ഐറ്റംസ് ഉണ്ടല്ലോ, ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കണ്ടോ, ഇങ്ങനത്തെ പിക്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, അവൈലബിളാണ്. അടിപൊളി കൃഷ്ണന് രാധ, നല്ല കളർഫുള്ളാണ്. ഇത് പിങ്കുമ്മൽ ചെയ്തിട്ടുള്ള പിക്ചറാണ്, പിങ്ക് കളറ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പിക്ചർ. ഫങ്ഷനിലൊക്കെ ഫ്രണ്ട്സിൻ്റെ ഫങ്ഷൻ, മാരേജ് ഫങ്ഷനൊക്കെ, പാർക്കലിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ മുസ്ലിംസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഇതാ മാഷാ അല്ലാ, എല്ലാവരും ചോദിച്ചു വരാറുള്ള ഐറ്റമാണ് മാഷാ അല്ലാ. ഇത് കുറച്ച് ഗിൽറ്റി ടൈപ്പാണ്. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും അത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് ബുദ്ധ പ്രതിമയുടെ. കണ്ടോ, ഇത് നല്ലതാണ്, അടിപൊളി സാധനമാണ്. നല്ല ബ്ലൂ കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. അത് കാരണം ചുമരിലൊക്കെ വെക്കുമ്പോൾ അടിപൊളി, നല്ല ഭംഗിയായിരിക്കും ഇത്. മിതമായ റേറ്റിന് നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു നൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നത്. ഇത് കൂടാതെ മറ്റേ ഫ്ലവർ ബേസിൻ്റെ ഐറ്റം വരുന്നുണ്ട്, ഫ്ലവർ ഐറ്റം. ഇതുണ്ട് ഫ്ലവർ. ഇങ്ങനത്തെ ഒരുപാട് പിക്ചേഴ്സ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ടൈഗർ, അടിപൊളി ഫിനിഷിങ് കേട്ടോ. അത് ചുമരിൽ ഒരൊറ്റ പിക്ചർ മതി ഇത്. കണ്ട, അടിപൊളി പിക്ചറാണ്. നല്ല ഫിനിഷിങ്ങും കളറും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് ഗ്ലിറ്ററിങ്ങും കൂടിയിട്ടുള്ളതാണ്. കണ്ട, നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ അറിയാം. കണ്ട,
ഫുള്ള് ഗ്ലിറ്ററിങ് ആണ്. കൂടാതെ ഇതാ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എഴുതിയിട്ടുള്ള പിക്ചറുണ്ട്. ഇതൊക്കെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ആയിട്ട് വെക്കാനായിട്ട് ചോദിച്ചു വരണമായിട്ടാണ് മുസ്ലിംസ്. ഇതാ ബുദ്ധപ്രതിമയുടെ ഒരു വിഭാഗം ആൾക്കാരും ഈ പിക്ചർ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടൊരു പിക്ചർ തന്നെയാണ് ഇതാ കൃഷ്ണൻ്റെ. നല്ല അടിപൊളി, എന്ത് ഫിനിഷിങ്ങാന്ന് നോക്കിയാൽ ഇവിടെ. നല്ല പിക്ചറാട്ടോ അത്. ഇത് നമുക്ക് വരുമ്പോഴേക്കും ഓർഡർ വന്ന് പോവാറുണ്ട്. ഇഷ്ടപ്പെട്ട് ഒക്കെ വേഗം ആൾക്കാർ അത് മാറ്റി വയ്ക്കും വരുമ്പോഴേക്കും. ശിവനും പാർവതിയും അത് ഇതേപോലെ തന്നെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതാ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ബുദ്ധപ്രതിമയുടെ വന്നിട്ടുണ്ട്. അടിപൊളിയല്ല എല്ലാതും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏത് പിക്ചറാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അറിയിക്കണേ. ഞങ്ങൾക്കൊരു സന്തോഷമാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കിട്ടും.